സോ നമ്മള് റിസപ്ഷൻ ജിം എൻട്രിയിലേക്ക് ക്യാമറ തിരിക്കുന്നു. നൈസ് വ്യൂ ആട്ടാ ഇത് കണ്ടത്. ലേഡി നിങ്ങൾക്ക് കാണാം. സോ വെയിറ്റ്, അപ്പൊ നമ്മള് ഇന്ന് ഓക്കോട്ട് സ്പ്ലിറ്റ് ആവുമെന്ന് പറയില്ല, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് വെയിറ്റ്. അപ്പോ ലിഫ്റ്റ് ചെയ്യാം. എടാ എനിക്ക് ബൈസ് ട്രൈസ് ചെസ്റ്റ് ലെഗ് മാത്രം ഫ്രഷ് ഉള്ളൂ. അപ്പൊ ഞാൻ ലെഗ് മാത്രം കളിക്കൂല. ഓക്കെ, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ക്രിയേറ്റിൻ ബ്രോ. നിങ്ങൾക്ക് ഇതേപോലത്തെ ഫ്രണ്ട് ഉണ്ടോ? എന്റെ ക്രിയേറ്റിൻ കഴിഞ്ഞു. അപ്പൊ എനിക്ക് വേണ്ടിട്ട് ക്രിയേറ്റിൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടേക്കാം. ഇന്നത്തെ ഡെയിലി ഹിറ്റ് 5 ഗ്രാം, ഓക്കെ 10 ഗ്രാം എടുക്കാൻ വേണ്ടിട്ട് എന്റെ അച്ഛന് കൊണ്ടുവന്നേക്കും. ഒന്നുമില്ല ഗൈസിന്റെ തീറ്റ പൊട്ടുന്നു. നിങ്ങൾക്ക് അത് ഒരിക്കലും നല്ലതല്ല. ഒരിക്കലും എടുക്കരുത് ഗൈസ്. മാസ്റ്റർ ബ്ലേസിന്റെ ഈ സാധനം ഉണ്ട്, ജ്യൂസി ബെറീസ്. എനിക്കെന്താ പറയാനുള്ളത്? അത് ജ്യൂസിബർസിക്ക് റെക്കമെൻഡ് ചെയ്തത് എന്റെ ഫ്രണ്ടാണ്. എന്റെ ഫ്രണ്ടായ ടൈഫിനാണ്. ആൻഡ് മൈ നെയിം ഈസ് ടൈഫിൻ. It's good, really good. I think the flavor is nice. I like. എടാ എനിക്കറിയാം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവങ്ങളൊക്കെ ജിമ്മിനെ സംബന്ധിച്ചു കൊടുത്തോളം എനിക്ക് ഇഷ്ടമാണ്. സോ ജ്യൂസി ബെറീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നോട് പറഞ്ഞു ഈ ഒരു സ്കൂപ്പ് അടിച്ചു, ഇതേപോലത്തെ രണ്ടാണ് ഈ മേടിച്ചു. ഇത് ടൈറ്റൽ വരിക. പക്ഷെ ഗൈസ് നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് നിങ്ങൾ ഈ ഏരിയ ഉണ്ടല്ലോ, കൊണ്ടോട്ടി B6 ആണ്. ആൻഡ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് വെച്ചാല് ഒന്നാ ഇവിടെ വന്നു പോയി, അതാണ് വലിയ പ്രശ്നം. വന്നു പോയി ഇവിടുത്തെ വെയിറ്റ് മെഷീൻസ് ഒക്കെ ഒന്ന് അനുഭവിച്ചു പോയണോ. നമുക്ക് നല്ല കിട്ടിയ പിന്നെ അങ്ങോട്ടേക്ക് പോകുക. അപ്പൊ ദിവസം വെള്ളവും പുറത്തുനിന്ന് ഇവിടെ എത്തി, കൊണ്ടോട്ടി എത്തി. 300 റുപ്പീസും ഉണ്ട് ഫുഡും കഴിച്ച് വോക്കൗട്ട് ചെയ്യും. സോ നമുക്ക് ജസ്റ്റ് മസിൽസ് സ്പിറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഫിറ്റ് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഷൂ ഇട്ട്. ആൻഡ് ഇനി നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. ആൻഡ് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്, ബിക്കോസ് ഒന്നുമില്ല, ഭയങ്കര പൂതിയായിട്ട് വയ്യ. ജസ്റ്റ് വെയിറ്റ് എടുക്കാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് തുടങ്ങാം. ഫസ്റ്റ് വർക്കിംഗ് സെറ്റ്. നോ മാൻ, ദിസ് ഇസ് വാം അപ്പ് സെറ്റ്. വർക്കിംഗ് സെറ്റ് 100 അല്ലേ? നോ, 100 അടിക്കണ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ 100 അടിക്കണേ കണ്ടിട്ടുണ്ട്. 100 അടിക്കണ ആൾക്കാരൊക്കെ ഉണ്ട്. ഓ സീരിയസ്ലി? ഓ, ഒന്ന് മെൻഷൻ ചെയ്യട്ടാ, ഈഗോ അടുപ്പിക്കാനാ. ഓ മാൻ, എന്താ സാബ് പൊട്ടി വന്നിട്ടുണ്ട്. പൊട്ട് എവിടെ? ഇറ്റ്സ് ജസ്റ്റ് യുവർ ഫീലിംഗ് മാൻ. ഈ ഫിംഗറിന്റെ പെയിന്റ് നല്ലതിൽ എഫക്ട് ചെയ്യണ്ട. ഇപ്പൊ സ്റ്റാപ്പ് ഇടാനാണ് ബുദ്ധിമുട്ട്. ഇതാണോ? കുഴപ്പമില്ല, ഞാൻ ബുദ്ധിമുട്ടുള്ള ഞാൻ എടുക്കാം. പാടി വെയിറ്റ് കൂടുതലാ, കുറക്കണോ? കുറക്കല്ലേ എന്നാ? ചെയ്തോക്ക്, സ്കിപ്പ് ചെയ്യണ്ട, ചെയ്തോക്ക്. എന്റെ മസിലുള്ള ആക്ടിവേഷൻ. അങ്ങ് പോവും, എംബാരസ് ചെയ്യാൻ തന്നെ. അങ്ങ് പോവും. ഈ പറയണ ഇവിടെ നല്ല പിടുത്തുണ്ടാവണ്ട. എനിക്ക് ആ സ്റ്റാപ്പ് അടിയാ ഇത് കിട്ടോ. ഇതൊന്ന് അടിച്ചോട്ടെ. ഗുഡ്.
Good. Good. Okay, this is 7 guys. Our old strap. It's okay. Come on. Yeah, one more. One more. Yeah. എങ്ങനുണ്ട്? കട്ടിലാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇന്നലെ വന്നപ്പോ ക്രിയേറ്റിംഗ് ഇസ് മോർ ഇമ്പോർട്ടന്റ്. ഇന്നലെ വന്നപ്പോ ഉറക്കം ഇസ് മോർ ഇമ്പോർട്ടന്റ്. ഗായ്സ് കട്ടിലാണ്. അടിക്കാതെ വേറെ വഴിയില്ലല്ലോ. കട്ടിലായി പോയി. വെയിറ്റ് കുറക്കാം, ഒരു 10 kg കുറക്കല്ലേ? നിക്ക്, ഞാൻ ഒന്നുകൂടെ അടിച്ചാൽ മതി. ഓക്കെ. പോടാ പോടാ പുളി 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 അത് ഫീൽ ചെയ്യും എന്തായാലും വരും. ആ കാലറി ഉള്ളൂ. പ്രീ വർക്കൗട്ടിന് ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിധിയില്ലേ? അത്രേ ഉള്ളൂ. സൈക്കോട്ടിക് ആയാലും അതെ അതെ. പറഞ്ഞേ അണ്ണാ അണ്ണ ആകെ ഒരു 100 gram ചിക്കനും 4 മുട്ട കഴിച്ചോളേ. അണ്ണ ഇങ്ങനെ എന്നോട് ചെയ്യരുത്. ചെയ്യരുത്. എനിക്ക് സമൂഹത്തിൽ നല്ല വിലയൊക്കെ ഉണ്ട്. കോസിപ്പ് അടിക്കല്ലേ? കോസിപ്പ് ഈസി അല്ലേ? കാരണം കോസിപ്പ് ഇപ്പോഴല്ല, ഇപ്പൊ തന്നെ 2 റോ ആയി കഴിഞ്ഞാൽ എന്താ ഇതടിക്കലടാ? അടിക്കണം. ഇനി അത് ലാസ്റ്റ് കോസിപ്പ്. ഓക്കെ ഗുഡ്. സോ ഗൈസ് നമ്മള് അപ്പർ ബ്രാക്കർ അപ്പർ ബ്രാക്കറ ഹൈപ്പർ ബ്രാക്കർ ഒരു രസം ഉണ്ടായിരുന്നു കളിക്ക്. എന്താ അറിയത്തില്ല. ടെന്നല്ലേ? 15 15 10 പറയില്ലേ? ഓക്കെ ഗുഡ്. മാക്സിൽ ജസ്വന്തിനെ പറ്റിക്കാനും പറ്റൂല. എന്ത് ചെയ്യാനാ? ചങ്ങാണ് വെയിറ്റ് കുറച്ച് അടിക്കൂല, തിന്നൂല്ല, തീറ്റിക്കൂലായിരുന്നു അടിക്കാൻ.
ഞാനാണല്ലോ അല്ലേ? I'll show you how it's done. മനസ്സൊരു വയ്ക്കും, ഷാപ്പ് ഒരു വയ്ക്കും, കൈ വേറെ വയ്ക്കും, ശരീരം എവിടെയോ ആണ്. ബോഡി ഇവിടെ ഇല്ല. ബോഡി ബുഗും ബോഡി മനസ്സിലാവും. ഈസ് ലൈക്ക് നീ എന്താണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ചോദിക്കുന്നത്. ഇതെന്താ കാട്ട്? അതെ, കടന്നുറങ്ങുമ്പോ ബാക്കി സ്ഥിരയിച്ചില്ലെന്ന് പറഞ്ഞു. അതെ. Let's do this. യെസ്, സിമ്പിൾ ബഡി, സിമ്പിൾ. I don't think it's simple. അതൊക്കെ വിട്ടു. സിമ്പിൾ ഒരടി ജസ്വന്തേ. നോ സിമ്പിൾ, ആ. ഹാർഡാണ്. കട്ടിങ്ങിലൊക്കെ വിട്ടുട്ടാ. എവറിത്തിങ് ഈസ് ഹാർഡ് ഇൻ കട്ട്, എവറി സിംഗിൾ തിങ്. ബാക്കിലേക്കല്ല, ഇവിടെ നിന്നടിച്ചാ യാ ബഡി. Yes, two more. Yeah. Last one. Oh, മെല്ലെ. No. കുറച്ച് കഴിഞ്ഞ് കളിച്ചു, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ മതി, 2 സെറ്റായി കഴിഞ്ഞു. ഇത് 2 സെറ്റായില്ലേ? തല മിന്നുന്നു. Hold on. I think ഈ മിസ്സിന് നമ്മൾ ഫസ്റ്റ് ചെയ്യണം. Hold on. Hit more low, lads. Hold on. Looks. Who is that, bro? ഹലോ ബഡി, ഹലോ പറ. ശശിത എവിടെ? ഇതാ ആരാ? സായിതല്ലേ? ഇജ്ജ് പോന്നില്ലേ? പോര് വെച്ചാളെ. എന്റെ അമ്മേ, എന്താ പാട്? സീന് കുറച്ച് ഡിഫിക്കൽട്ട് അടിക്കാന്നോ. ആക്ടിവേഷൻ ഒരു രക്ഷയില്ല. ബാക്കല്ല, സംസാരം കുറക്കണല്ലേ? സംസാരം കുറക്കേ.
എടാ കാലോണ്ടല്ല കൈ കൊണ്ട്, സോറി കയ്യാലേ. Come on, man. Oh, it's heavy, bro. പെട്ടെന്ന് ഫെയിലർ ആവണ്ടാ. നമ്മള് ഇപ്പൊ ഈ ബൈസിക്സില് എല്ലാവർക്കും ഉള്ള ടെൻഷനാണ് ബൈസിക്സ് ടയർ ആവും. ഇപ്പൊ ഫുൾ എക്സ്റ്റെൻഡ് ആയിട്ട് ആംസ് ഇതിൽ വെച്ച് അടിക്കുമ്പോൾ നമ്മൾ ബൈസിക്സ് ടയർ ആവുന്നത് ഒരു ഫിയറാണ് എല്ലാവരും. അതിപ്പോ എന്താ വെച്ചാല് അത് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇതുവരെ ഹാഫ് റേഞ്ച് ഓഫ് മോഷനിൽ പേശികൾ അടിക്കുന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഒരു ഫുൾ റേഞ്ച് ഓഫ് എന്താ പറയാ ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ പേശികൾ അടിക്കുമ്പോൾ ചിലപ്പോൾ ഫെമിലിയർ അല്ലാത്തൊരു പൊസിഷനിൽ വെക്കാനുള്ള ബൈസിക്സ്. അപ്പൊ നമ്മൾ ടെൻഡൻസ് ബിൽഡ് ചെയ്യണം. എപ്പോഴും ബൈസെപ്സ് എക്സിക്യൂട്ട് ചെയ്യും, ബൈസെപ്സിന്റെ വർക്കൗട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ കളിക്കാം. കാരണം ഏറ്റവും ബോട്ടത്തിലാണ് ബൈസെപ്സിന് റെസിസ്റ്റൻസ് കൂടും. അപ്പൊ ആ പൊസിഷനിൽ ഒന്നുകൂടി ബൈസെപ്സ് ഗ്രോ ചെയ്യും. അല്ലാതെ നമ്മളെ കോൺട്രാക്റ്റഡ് പൊസിഷനിലല്ല ബൈസെപ്സിൽ കൂടുതൽ എവിടെ ചെയ്യും. ഓക്കെ, അപ്പൊ ജസ്വന്ത് പറഞ്ഞ പോലെ പിന്നെ പ്രീച്ചുകൾ എടുക്കുമ്പോ എല്ലാരും പേടി എന്താ, മസിൽസ് ടിയർ ആവുമോ എന്നുള്ളൊരു സംശയമായിരിക്കും ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ അടിക്കുന്ന സമയത്ത് കൈ ഫുള്ള് എക്സ്റ്റെൻഡ് ചെയ്ത് അടിക്കാൻ മാക്സിമം നോക്കുക. അതേപോലെ കൺട്രോൾ ചെയ്ത് ചെയ്യാൻ നോക്കുക. ഇതേപോലെ ആഫ്രിക്ക അടിച്ച് ബോഡി മൂവ്മെന്റ് ചെയ്തുകൊണ്ട് അടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ അടിക്കാതെ നമ്മൾ പ്രോഗ്രസോലോട് ചെയ്യുന്ന എല്ലാ വെയിറ്റ്സും ക്ലീൻ ആയിട്ട് മാക്സിമം ഫുൾ സ്ട്രെച്ചിൽ അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും എന്നെ കൊണ്ട് ഞാൻ ചെറിയ വെയിറ്റ് ഞാൻ പുഷ് ചെയ്യിപ്പിക്കൂല, അല്ലെങ്കിൽ പുള്ള് ചെയ്യിപ്പിക്കൂല. വെയിറ്റ് ഇനി കൂടുകയുള്ളൂ. ഉള്ളൂ ഇജ്ജ് കരയും. അനക്ക് തോന്നുന്നുണ്ട് ഞാൻ ചെറിയ വെയിറ്റ് പുള്ളി അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നു. പുഷ് ചെയ്യുന്നു തോന്നല്ലേ, ഇജ്ജ് ഇങ്ങനെ പറയണ നമുക്ക് ദേഷ്യം വരും. ബട്ട് ഞാൻ അങ്ങനെ ചെയ്യലുണ്ടോ? ഇല്ല 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 ഇല്ല. പറച്ചിൽ എന്തും ചെയ്തു വിടറാ മോനെ. അങ്ങനെയല്ലേ മോനെ ദിനേശ? ക്ലോസ് ഗ്രിപ്പ് റോ, അതായത് ലാറ്റ്സ് അല്ലെങ്കിൽ ലാറ്റ്സ് ബേസ് ചെയ്തിട്ട് മിഡ് എന്താ പറയാ, ഇത് പറയണ്ടെന്നാലേ റോ ലാറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള, ലാറ്റ്സ് അതായത് അപ്പർ ബാക്ക് റോ കഴിഞ്ഞു, ഇനി ലാറ്റ്സ്. ബാ 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 ബാ. അത് അവിടെ വെച്ചോ, ഞാൻ അതിനെ വിളിക്കാം. പുള്ളിതാ അത്രേ ഉള്ളു. ഓക്കെ ഓക്കെ, കട്ട് ചെയ്യണ്ട. റോ 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 I'll show you, bro. എങ്ങനെയുണ്ട് സംഭവം? സംഭവം ലുക്കിംഗ് ലൈക്ക് നൈസാണ്. ആദ്യമൊക്കെ സുഖം തോന്നും, പിന്നെ സ്റ്റോപ്പ് ആവും. അയ്യാ, അനക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തുടക്കം മുതൽ എങ്ങനെ ആയിരിക്കും? അല്ല, ഇതിന്റെ ഡിപ്പ് പിടിക്കുമ്പോ എന്തോ പോലെ നല്ല എടങ്ങറ. അവിടെ പോയിട്ട് പൈസ അടിച്ചു, ആഡ് പുൾ ഡൗൺ അടിച്ചു. എനിക്കല്ല ബനാന ഉള്ളത്. ഞാൻ ഷാഹിദ് വരുന്നുണ്ടെങ്കിൽ അവനെന്ന് 2 പായം കൊണ്ടുവരാൻ പറയാൻ നിൽക്കുക. യുനോ അവിടെ അത് സ്റ്റാപ്പ് ഒന്നും ഇടാൻ കഴിയില്ലല്ലോ. നിങ്ങൾ വിചാരിക്കും നമ്മൾ സ്റ്റാപ്പ് ഒക്കെ അടിക്കല്ലേന്ന്. സ്റ്റാപ്പ് പോലെ കഥന് ഇന്ന് സ്റ്റാപ്പ് തിരിയണില്ല. ഞാൻ ട്രൈസ് ഇങ്ങനെ ഇയ്യെ കൊടുക്കുമ്പോ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. Oh, no.
The goal. Oh, kettlebell. Small weight ഉള്ളൂ guys. 40 kg. What the heck? Oh, what the heck? വളരെ ശരി. നമ്മളവിടെ ഒരു അണ്ടറിന്റെ ഒന്നുണ്ട്. 10 kg ഉണ്ട്. എടുക്കുകയാണെങ്കിൽ 20 kg. What the fuck? Oh, എന്റെ ഫോണാണ് കുട്ടിയാ. 18 വയസ്സായിട്ടുള്ളൂ. പക്ഷെ അത് എനിക്ക് കാണിച്ചിരാന്നല്ലോ. ഏഹ്? ഏയ് ഇറ്റ്സ് ലൈക്ക് അതല്ല ഇജ് കൊണ്ടുപോയി. ഓ അങ്ങനെ നോട്ടൊക്കെ ഇതല്ല ഇത് ഓളെ ആൺ വേർഷൻ പറഞ്ഞു. എടുത്തോ. Carry on, man. Who cares, man? ഇവിടെ ഇതേമാതിരി ആണോ നമുക്ക്? എൻഹാൻസഡാ. Wait. This is the goal, guys. ഇതാണ് ഗോൾ അല്ലേ? No. എങ്ങോട്ട് കാണാനി? നോടെ വീഡിയോ എടുത്താ. വീഡിയോ ആണോ? കറന്റ് സിറ്റുവേഷൻ. കുറച്ച് ബാക്ക് ഗൈസ് ഇന്ന ബെഞ്ചില് വെല്ലുവിളിക്കാണ് ജസ്വന്ത്. കം ഏയ് കം എടുത്താട്ട് എന്താണ്? അല്ല ഈ ഇന്ന് ബെഞ്ചിൽ വെല്ലുവിളിച്ചു. എത്ര ടൈം വേണമെങ്കിൽ ഞാൻ 150 ബെഞ്ച് ചെയ്യാന്. I can give you like 4 months. 4 മാസം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ട. ബട്ട് ഞാൻ കട്ടിങ് 2 months. കട്ടിങ് നിർത്തും. 2 months. ഞാൻ കട്ടിങ് നിർത്തും. What the fuck? No man. കട്ട് സ്റ്റോപ്പ് ആണ്. കട്ടിലാണ് 150 പഠിച്ചത്. ഈ ആ ബോഡി കണ്ടീഷനിലാണോ 150? ഓക്കെ ബട്ട് അത് മാറ്റില്ലടാ. നമ്മള് കാലറി ഇൻടേക്ക് കമ്മിയല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ അടിക്കൂലെന്ന്. അല്ല ഈ ബെഞ്ച് പ്രാക്ടീസ് ചെയ്യാത്ത ഒരാളാണ്. അനക്ക് കഴിയൂലപ്പോ. അനക്ക് ചിലപ്പോ 2 മാസം കഴിഞ്ഞാലും കഴിഞ്ഞൊന്നുമല്ല. ബട്ട് ഈ ഇന്ന് മുതൽ സ്റ്റാർട്ട് അല്ലെങ്കിൽ നാളെ മുതൽ ബെഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പറ്റും. അതൊക്കെ തോന്നുന്നു. അതൊക്കെ കാര്യം. ബട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യണ്ടേ? 6 പാക്കിലല്ല കാര്യം. 6 പാക്കും അതിന്റെ ഇപ്പൊ സ്ട്രെങ്ത് ഞാൻ പണ്ട് നോക്കിയാൽ എനിക്ക് 8 പാക്ക് ആണ്. സോ എനിക്ക് കട്ട് ചെയ്ത് വരികയാണെങ്കിൽ 8 പാക്ക് വരുള്ളൂ. 6 പാക്ക് വരത്തില്ല. സി ഇത്രയും ഏരിയാസ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 പാക്ക്. എന്താ ഫോണ്ടായാലോ ഗായ്സ്? നമുക്കൊക്കെ 2 ഇവിടെ 3 1 2 3 4 5 6 7 8 9 അങ്ങനെയാണ്. ഡിഫറെന്റ് ബ്രീഡാണ്. മറ്റേ പറഞ്ഞായിരിക്കേ ഇതുണ്ടല്ലോ നാച്ചുറൽ സ്കോഡ് പറഞ്ഞായിരിക്കും ആഫ്രിക്കൻ യൂറോപ്യൻ ജനറ്റിക്സ് ആണ് ഗായ്സ്. ജസ്റ്റ് ഫ്ലെക്സ് ചെയ്യുമ്പോൾ എനിക്ക് 1 kg വേണടാ. വെയിറ്റ് ഇല്ലാതെ ഫ്ലെക്സ് ചെയ്യുമ്പോ എന്തോ പോലെ. ഓക്കെ നിനക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ലടാ. Skinny bitch. I'm so skinny, man. When compared to this guy, I'm skinny. My body dysmorphia is hitting me with lower back, lower fat, lower abdominal fat, chest fat. But I'm gonna get shredded and mock this guy. Are you sure? I'm damn sure. But he's gonna cut too. That makes it a bit difficult, But I will mock him. But he's gonna mock me. വേണ്ട നമ്മൾ കുറച്ച് വർക്കൗട്ട് സെറ്റ് ചെയ്തു. നമ്മള് ഒരു ബൈസെപ്സിന് 2 കളി, ബാക്കിന് 3 കളി, അങ്ങനെ കുറച്ച് എക്സസൈസുകൾ ചെയ്തു. കട്ടിലായതുകൊണ്ട് നമ്മൾ ഇതിനു മുന്നേ ഒരു സൈക്കോട്ടിക്കിന്റെ പ്രീ വർക്കൗട്ട് എടുത്തു. സൈക്കോട്ടിക്കിന്റെ പ്രശ്നമല്ലല്ലോ. അങ്ങനല്ല, ആശാനെ കുറ്റം പറയാൻ പറ്റും. സൈക്കോട്ടിക്സ് ദ ഫ്ലേവർ ബോംബ്. ഓറഞ്ച് പോരാ അല്ലെ? ഇന്നലെ എടുത്ത ഫ്ലേവർ ഒന്നുകൂടെ അടിയിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, സൈക്കോട്ടിക് എടുത്തു. നമ്മള് മീല് കമ്മിയാണ് വെച്ചാല് കാർബ്സ് കമ്മിയാണ്. അതാണ് വലിയ പ്രശ്നം. കാരണം എന്താ വെച്ചാൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കാലറി ഡെഫിസിറ്റിലാവുമ്പോ നമ്മൾ പ്രോട്ടീൻ ഈറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കാലറീസ് തന്നെ ഓൾമോസ്റ്റ് എന്തായി നമ്മളെ കാലറി ഇതിന്റെ എടുത്തെത്തു.
സോ നമുക്ക് വേഗം നിർബന്ധം. എടുക്കുകയാണെങ്കിൽ എടുക്കണം. എനിക്ക് നിർബന്ധമാണെങ്കിൽ കാര്യമില്ല. എനിക്ക് എന്റെ ഫ്രണ്ട് മേടിച്ചിരുന്നു പറഞ്ഞു. എനിക്ക് ആ ഫ്രണ്ടിനെ കാണുന്ന ഫ്രണ്ടാ. ഹിസ് നെയിം ഈസ് ജസ്വാന്ത്. ഐ ഡിഡ്ന്റ് ഹിയർ യു. ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത്. സോറി ബ്രോ, നെക്സ്റ്റ് ടൈം. ഓക്കെ, ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്റെ ഫ്രണ്ടിനെ വാങ്ങിക്കൊടുക്കും ഗൈസ്. അത്രയും വലിയ മനസ്സിലാക്കണം. അപ്പോ ഇന്നത്തെ പൂളിന്റെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ എന്താ 3 ബാക്ക് മൂവ്മെന്റ്സും 2 എന്താ പറയാ ബൈസ് മൂവ്മെന്റ്സും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ അതെങ്ങട്ടാ പോണോക്കിയ. പിന്നെന്താ നമ്മള് ഇത് കഴിഞ്ഞിട്ട് പ്രോട്ടീൻ മാക്സിംഗ് ഉണ്ട്. പ്രോട്ടീൻ മാക്സിംഗ് ഫ്രം ഫിർദൌസ് ഷവായ. നമ്മള് വേറെ ഒന്നും കഴിക്കൂല, നമ്മള് ഷവായ മാത്രം വിത്തൗട്ട് മയണൈസ്, വിത്തൗട്ട് മയോണൈസ് വലിയ സീനൊന്നല്ല, ബട്ട് നമ്മള് കഴിക്കൂല. യാതെ. പിന്നെന്താ എന്താ പറയാ പ്രോട്ടീൻ ഇമ്പോർട്ടന്റ് ആണ് ഗൈസ്. എന്ത് കണ്ടില്ല? പ്രോട്ടീൻ അല്ല, കാപ്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ഗൈസ്. വർക്ക്ഔട്ട് ചെയ്യാൻ കാപ്സ്. യൂട്യൂബിൽ ആരുണ്ടല്ലോ ഫാറ്റ് അടിച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറയുന്ന അവര് പ്രോഗ്രസ് ഓവർലോഡ് എന്ന വേർഡ് കേട്ടിട്ടുണ്ടാവില്ല. അതല്ല, അവരൊന്നും കിട്ടുമോ അപ്പൊ വർക്ക്ഔട്ട് ചെയ്യണ? നമ്മളാരും കുറ്റം പറയല്ല, ബട്ട് നമ്മള് റിയാലിറ്റിയാണ്. നമ്മള് എന്താ സത്യം മാത്രം പറയണ വെച്ചിട്ട് പറഞ്ഞാണ്. സത്യമേവ ചെയ്ത്. അതെ, ഒറ്റ ദിവസം കാലറി കൺട്രോൾ ആയപ്പോ തന്നെ ബേസിക്കലി വി ആർ ഡെഡ്. പിന്നെന്താ നമ്മള് ഫിർദൌസത്തെ പ്രോട്ടീൻ മാക്സിങ് എങ്ങനെയാണ് നമ്മള് കട്ടിലെങ്ങനെ ഷവായ കഴിക്കണം, അതാണ് ഇങ്ങനെ ടേസ്റ്റി ആയിട്ട് മീല് കണക്ട് ചെയ്യാം. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. വൈൻഡപ്പ് ചെയ്യല്ല, നമ്മള് ഷവായ കഴിക്കണതൊക്കെ വരും. അല്ല, അതിന്റെ ഇടയിൽ വരുമല്ലോ. ഓക്കെ, നമ്മളെ വർക്ക്ഔട്ട് സെഷൻ കംപ്ലീറ്റ് ആയി. ഡൺ ആൻഡ് ഡസ്റ്റഡ്. ഓക്കെ, അപ്പോ ഇനി ഗോ ടു ഷവായ. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് ഡേ പുഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡൗൺ ആണ്. ഹു കെയർസ്? ഇന്നും നമ്മള് റെസ്റ്റ്, നാളെ റെസ്റ്റ്. അപ്പോ ലെഗ് ഹു കെയർസ്? ലെഗ് ലൈൻ കട്ട്. ഓക്കെ, ഒന്നല്ല, നമുക്ക് വണ്ട ഒരു സ്പ്ലിറ്റ് ജസ്റ്റ് ചേഞ്ച് ആയി. ആശാൻ ലെഗ് അടിച്ചു, ഞാൻ പുഷ് ഡേ അടിച്ചു. ഇനിയിപ്പോ ഞാൻ പുഷ് അടിക്കാറിയും അല്ല, ഞാൻ ലെഗ് കളിക്കാറിയുമ്പോ പുഷ് അടിക്കാറിയും. സോ മിക്കവാറും അടിയാവും, തെറ്റും. ഇവിടെ ഞാൻ തെറ്റും. ഞാൻ തെറ്റൂല, കാരണം എന്താ പറയുക, കൊള്ളാൻ വെച്ച ഷവായ റിവ്യൂവിന്റെ ആവശ്യമില്ല. കേട്ടു ഷവായ. അല്ല, വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്താ? ചിക്കൻ buried in my grave, 6 feet deep, wonder but my body won't decay, cause my messages are timeless, so they put them on display. Oh yeah, I rap with a certainty, I have a sense of urgency, a message for eternity, for everyone internally.